എന്താണെന്നറിയാൻ പാടില്ല, മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ടോ ഇച്ചിക്കുട്ടൻ ഇവിടെ വന്നേ പറ്റൂ. എന്താ കാരണം എന്നല്ലേ, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ചെക്കന് ചെറിയൊരു നീർക്കെട്ടുണ്ട്, നീർക്കെട്ടും ചുമയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടേക്ക് വന്നു കേട്ടോ. ചെക്കന് ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ ആദ്യമായിട്ട് പിന്നെ ചെക്കൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ അതേ ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലായിട്ടാണ്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെ അധികം യാത്രയ്ക്കൊന്നും ചെറുക്കനങ്ങ് പോയിട്ടില്ല കേട്ടോ. വന്നിറങ്ങിയപ്പോൾ തന്നെ ചെക്കന് വെള്ളമൊക്കെ കുടിച്ചിട്ടങ്ങ് വന്നും. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നല്ല തിരക്കായിരിക്കും. പീഡിയാട്രീഷ്യനാണ് ഇരിക്കുന്നത്. പക്ഷെ ചെല്ലുമ്പോൾ തന്നെ മൊത്തത്തിൽ കുറച്ച് പേരൻസിന് മാത്രമേ എൻ്റെ കാണുന്നുള്ളൂ, കുട്ടികളാരും കാണത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു കുഞ്ഞ് പ്ലേ ഏരിയ ഉണ്ട്. അവിടെയാണ് ഇഷ്ടംമാതിരി കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഫുൾ എവിടെയായിരിക്കും, പേരൻസ് മൊത്തം അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റിംഗ് ഏരിയയിൽ അവിടെ ഇരിക്കുവാണേ. ഇച്ചിക്കുട്ടനെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൻ ചോദിക്കട്ടെ എവിടെയാണോ കളിപ്പാട്ടുള്ളടത്താണോ പോണേന്നായിരിക്കട്ടെ അവൻ ആദ്യം ചോദിക്കുന്നത്. ഇച്ചിക്കുട്ടനെ കൊണ്ടുപോകാനല്ല കേട്ടോ പാട്, തിരിച്ച് വിളിച്ചു കൊണ്ടുവരാനാണ് ഏറ്റവും വലിയ പാട്. അത് ഇച്ചിക്കുട്ടൻ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ കുട്ടികളെല്ലാം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് കരയുണ്ട്, ഇച്ചിരി നേരം അവിടെ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കിച്ചോറിനെ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അധികം തിരക്കൊന്നും കിട്ടിയില്ല, നമുക്ക് 10ാമത്തെ ടോക്കൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഉള്ളവരൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കയറി കണ്ടു കഴിഞ്ഞ ശേഷം ഒന്നുകൂടി സൈക്കിൾ ഓട്ടം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുറത്തായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി കിച്ചോറിൻ്റെ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണ് ഡോക്ടറെ കണ്ട് ഇറങ്ങിയതിന് ശേഷം. അപ്പം ഇനി കുറച്ച് നേരം കൊണ്ട് സൈക്കിളിൽ ചവിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ കൂടെയൊക്കെ നിന്നു കേട്ടോ. ഇപ്പോൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ കുട്ടികളുണ്ട്. അവരോരോരോ സ്ഥലത്തങ്ങളായിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവൻ ബാക്കിയുള്ള പിള്ളേർ അവിടെ നോക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു വൈകുന്നേരമൊക്കെ ആയി പിന്നെ കേട്ടോ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിച്ചോടെ മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇച്ചിക്കൂട്ടൻ്റെ അച്ഛൻ വന്നപ്പോൾ ഇതിലും കൂടെ കുറച്ച് നേരം ഊർന്നിറങ്ങിയിട്ട് പോവാ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവൻ്റെ ആഗ്രഹമല്ലേ, കുറച്ച് നേരം ഇരുന്ന് ഊർന്നിറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കളിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് സമയം കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞ് അവന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവൻ കൊണ്ടുവന്നു. കുറച്ച് കഴിയുമ്പോൾ അവന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകുന്നു കേട്ടോ. പിന്നെ നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എത്രയുള്ളൂ. ടാറ്റാ.